പുലർച്ചെ 5 മണിക്ക് ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ സ്റ്റോപ്പിൽ എത്തി. ഏകദേശം ഒരു 6 മണിയായപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ ബസ് എത്തി. ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്, 2 കുട്ടികളും 2 അഡൽട്ടും. KSRTC ഫാസ്റ്റ് ഓടുന്നൊരു സാധാരണ വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ 4.5 മണിക്കൂർ അങ്ങോട്ടും തിരിച്ച് 4.5 മണിക്കൂർ ഇങ്ങോട്ടും ബസ്സിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു യാത്രയിൽ. 7:30 ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചാലക്കുടിയിലുള്ള ഒരു വീനസ് ഹോട്ടലിൽ നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊന്നും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യേണ്ടതാണ്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല മെനുവും നല്ല വൃത്തിയും എല്ലാം ഉള്ള ഹോട്ടലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് റീഫ്രഷ് ചെയ്ത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 10:30 ആയപ്പോൾ നമ്മൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റിഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ച് 11 മണിക്കാണ് നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായത്. കേരള സർക്കാരിൻ്റെ തന്നെ ഒരു ബോട്ടായിരുന്നു നമുക്ക് വേണ്ടി അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. നമ്മുടെ ബസ്സിൽ ഒരു 38 പേരുണ്ടായിരുന്നു. പുറമേ നിന്ന് വന്ന കുറച്ച് ആൾക്കാരും കൂടെ ആയിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. ഏകദേശം ബോട്ട് ഫുള്ളായിരുന്നു. എല്ലാവർക്കും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിൻ്റെ താഴത്തെ ഫ്ലോറിലെ സീറ്റായിരുന്നു ആദ്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് മുകളിലേക്കോ താഴേക്കോ എവിടേക്കോ വേണമെങ്കിലും പോകാനുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. KSRTC സ്റ്റാഫായാലും ബോട്ടിലെ സ്റ്റാഫായാലും വളരെ നല്ല വൈബുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളും ഞങ്ങളും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടനാട്, അതിൻ്റെ പ്രത്യേകത, അവിടെയുള്ള കൃഷി, ബോട്ടിൽ നമ്മൾ കാണുന്ന കായലും കരയും അതിൻ്റെയൊക്കെ പേരും ഇമ്പോർട്ടൻസും എല്ലാം നമ്മുടെ ബോട്ടിലുള്ള സ്റ്റാഫ് പറഞ്ഞു തന്നിരുന്നു. പിന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ വെച്ച് നമ്മുടെ കൂടെ ഡാൻസൊക്കെ കളിച്ച് അവിടുത്തെ സ്റ്റാഫ് ആ യാത്ര വളരെ നല്ല ഒരു തുടക്കമായിരുന്നു അവരൊന്ന് തന്നത്. ബോട്ട് എടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് പുറമേ ഉള്ള വ്യൂ കാണുമ്പോൾ എത്രയോ മനോഹരമായിരുന്നു. കുറേ ബോട്ടുകൾ നിർത്തിയിട്ടതും അതുപോലെ കുറേ ബോട്ടുകൾ നമ്മൾ പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും എല്ലാം നമുക്ക് ബോട്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ കാണാമായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ഹൗസ് ബോട്ടുകൾ കണ്ടു തുടങ്ങിയത്. അതിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് കാണുമ്പോൾ കുറേ തരത്തിലുള്ള വീടുകളിങ്ങനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ അതുപോലെ ഓരോന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ ഡിസൈനിലായാലും അതിൻ്റെ സൈസിലായാലും വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അതുപോലെ നമ്മൾ ശരിക്കും കാണുമ്പോൾ നമുക്ക് വീടുകൾ നിർത്തി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും കായലിൽ. അതും ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ബോട്ടൊന്ന് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയി ബാൽക്കണിയിൽ നിന്ന് കാണാനുള്ള പെർമിഷനൊക്കെ അവർ തന്നു. താഴെ നിന്നുള്ള വ്യൂ മനോഹരമാണെങ്കിൽ മേലെ നിന്നുള്ളത് അതിലും മനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. കായലും ബോട്ടും എല്ലാം നല്ല
രസമായിരുന്നു കാണാൻ. ബോട്ടിൽ കറക്റ്റ് സീറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര തിരക്കായിട്ടോ ഭയങ്കര ക്രൗഡായിട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. ബോട്ടിൻ്റെ മുൻവശത്തിൽ നിന്നും പുറകുവശത്ത് നിന്നും അതുപോലെ ബാൽക്കണിയിൽ നിന്നൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ബോട്ടിലുണ്ടായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടും എങ്ങനെയാണ് പ്രവർത്തിക്കുക, അതെങ്ങനെയാണ് ഓട്ടിക്കുക, അതിൻ്റെ ഡയറക്ഷൻ അതെങ്ങനെയാണ് നോക്കുന്നത്, അതൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഏകദേശം 12:40 നമ്മൾ പാതിരാമണൽ ദ്വീപിലെത്തി. നമുക്കൊരു അരമണിക്കൂർ അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ദ്വീപിൻ്റെ പ്രത്യേകതകളും ആ ദ്വീപ് എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൻ്റെ ചരിത്രവും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇത്രയും വലിയൊരു കായലിന് നടുക്ക് ഫുള്ള് പച്ചപ്പായിട്ടുള്ളൊരു ദ്വീപായിരുന്നു. ഏറുമാടങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ ഒരു ചെറിയ കടയും ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ദ്വീപിലുണ്ടായിരുന്നത്. തിരിച്ചൊരു 1:15 ആയപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് തിരിച്ചു കയറി. അപ്പോൾ കുടുംബശ്രീക്കാരുടെ ലഞ്ച് റെഡി ആയിരുന്നു ബോട്ടിൽ. ഊണും കറിയും അതുപോലെ കരിമീൻ പൊരിച്ചതായാലും കക്കയിറച്ചി ആയാലും നമുക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് നമുക്കപ്പോൾ കഴിക്കാമായിരുന്നു. അങ്ങനെ അതുകൂടാതെ അവരുടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോളും ഈ ബോട്ടിനകത്ത് ഉണ്ടായിരുന്നു. വെള്ളം, ഐസ്ക്രീം, ചിപ്സ് അങ്ങനെ കുറേ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉള്ള ഒരു ചെറിയ സ്റ്റോളുണ്ടായിരുന്നു. ബോട്ടിൽ നമുക്ക് 5 മണിക്കൂറായിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു. നമ്മൾ വ്യൂസൊക്കെ കണ്ടിട്ടും അതുപോലെ ബോട്ടിൽ തന്നെ വരുന്ന പാസഞ്ചേഴ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ടും ഡാൻസ് കളിപ്പിച്ചിട്ടും വളരെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു ആ സ്റ്റാഫ്സ് ബോട്ടിൽ പ്രൊവൈഡ് ചെയ്തത്. ഫാമിലിയായിട്ട് വന്നവരും ഫ്രണ്ട്സായിട്ട് വന്നവരും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. 6:15 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. പോകുന്ന വഴിക്ക് നല്ല വ്യൂസ് ആയിരുന്നു. നമ്മൾ ലൈറ്റ് ഹൗസ്